ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് പിൻവാങ്ങി യുഎഇ. മെയ് 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. രാജ്യ താൽപര്യം മുൻനിർത്തി കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനമാണ് ലക്ഷ്യമെന്നാണ് യുഎഇ നിലപാട്. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഷിൻസ്, ഒരുപക്ഷെ ഒപെക് കൂട്ടായ്മയുടെ തന്നെ നട്ടെല്ലൊടിക്കാവുന്ന ഒരു തീരുമാനമാണ് യുഎഇ എടുത്തിരിക്കുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ ഉഭയകക്ഷി ബന്ധത്തിൽ എങ്ങനെ ബാധിക്കും? ഒപ്പം ഊർജ്ജ നയത്തിൽ എന്തൊക്കെ മാറ്റം വരും? പ്രധാനമായും നമുക്ക് സാധാരണക്കാർക്ക് അറിയേണ്ടത് എണ്ണവിലയിൽ ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയില്ലേ? അശ്വതി, വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ യുഎഇ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒപെക് കൂട്ടായ്മയിൽ നിന്ന് യുഎഇ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് മെയ് 1 മുതൽ ഒപെക് കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കും. ഇതോടൊപ്പം തന്നെ ഒപെക് പ്ലസ് കൂട്ടായ്മയിൽ നിന്നും യുഎഇ വിട്ടുനിൽക്കുകയാണ്. താല്പര്യം മുൻനിർത്തി കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനം ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നാണ് യുഎഇ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന രാജ്യങ്ങളായ സൗദി അറേബ്യ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ, അതോടൊപ്പം യുഎഇ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക്. ഈ കൂട്ടായ്മയാണ് തീരുമാനിക്കുന്നത്. ലോകക്രമത്തിൽ എണ്ണ ഉൽപാദനം, എണ്ണവിലയൊക്കെ സ്വാധീനിക്കാൻ ശക്തിയുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ. ഈ കൂട്ടായ്മ തന്നെ, ഈ കൂട്ടായ്മയിൽ നിന്നാണ് ഇപ്പോൾ യുഎഇ പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അനന്തര ഫലങ്ങൾ ഇപ്പോൾ ഉടൻ തന്നെ മെയ് 1 ശേഷം യുഎഇ വിട്ടുനിൽക്കൂടെ എന്തൊക്കെ സംഭവിക്കുന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കടുത്തൊരു തീരുമാനമാണ് യുഎഇയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശക്തമായ ബന്ധങ്ങൾ നിലനിൽക്കുന്ന GCC രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾക്കിടയിലും യുഎഇ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് എണ്ണ ഉൽപാദനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനം. ഇതിനെ സംബന്ധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് യുഎഇ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് യുഎഇ പിൻവാങ്ങുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാലും വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ അനന്തര ഫലങ്ങളും ബാക്കി കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഏറ്റവും ശക്തമായ ഒരു തീരുമാനമാണ് യുഎഇ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അശ്വതി, ഷിൻസ്, ഞാൻ ഉറ്റുനോക്കുന്നത് സൗദി അറേബ്യയാണ്. കാരണം ഈ യുഎയുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയോടുള്ള പരസ്യമായ വെല്ലുവിളിയല്ലേ? ഒരു ഊർജ്ജ യുദ്ധത്തിനാണോ യുഎഇ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്? ഒപെക് കൂട്ടായ്മയിൽ നിന്ന് ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അശ്വതി, അല്പം മുൻപാണ് ഇങ്ങനൊരു തീരുമാനം യുഎഇ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഒപെക്കിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഇത് യുഎഇയുടെ പ്രതികരണത്തോടൊപ്പം തന്നെ ശക്തമായ പ്രതികരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒപെക്കിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ സൗദി യുഎഇ ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ അനന്തരഫലമായി ഉണ്ടാവും നമുക്കറിയില്ല. ഇതെല്ലാം നമ്മളതിന് കാത്തിരിക്കണം. ഏതായാലും ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് യുഎഇ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ യുഎഇ സൗദിയും തമ്മിൽ നല്ല ശക്തമായ ഒരു ബന്ധം നിലനിൽക്കുകയാണ്. ഈ ബന്ധത്തിൽ ഒരു ഉലച്ചിൽ സംഭവിക്കുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും യുഎഇ ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കും ഈ ഒരു തീരുമാനം എടുത്തിരിക്കുക. ഇതിന്റെ അനന്തരഫലങ്ങളും തീർച്ചയായും അതിനെപ്പറ്റി ആലോചിച്ച് തന്നെയായിരിക്കും യുഎഇ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുക. ഏതായാലും ഇവർ അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. എന്തായാലും സൗദി അറേബ്യ അല്ലെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഒപെക് തുടങ്ങിയ പ്രതികരണം നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറിൽ തന്നെ ഇതിനുള്ള അവരുടെ പ്രതികരണം വന്നു തുടങ്ങും. അശ്വതി.